ഒരാഴ്ച മുമ്പാണ് തണ്ണീർക്കൊമ്പൻ എന്ന റേഡിയോ കോളർ ഘടിപ്പിച്ച ഒരു കാട്ടാന ജനവാസ മേഖലയിലേക്ക് വന്ന് ഒരു നഗരപ്രദേശത്ത് തമ്പടിക്കുകയും പിന്നീടുണ്ടായ കാഴ്ചകളുമൊക്കെ നമ്മൾ കണ്ടതാണ്. അന്ന് തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു വീണ്ടും ഒരു റേഡിയോ കോളർ ഘടിപ്പിച്ച കാട്ടാന കേരള മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട്, അതിന്റെ നിരീക്ഷണമുണ്ട് എന്നത്. പക്ഷേ അങ്ങനെ ഒരു പ്രാഥമിക ഇൻഫർമേഷൻ ഉണ്ടായിട്ട് കൂടി പിന്നീട് ഒരു വീട്ടുമുറ്റത്തിലേക്ക് ഒരു ആന കടന്നു വരുമ്പോൾ എന്തുകൊണ്ട് അത് അറിയിക്കാൻ പറ്റുന്നില്ല, പിന്നെ എന്തിനാണ് ഇത്തരം സംവിധാനങ്ങൾ എന്ന സ്വാഭാവിക ചോദ്യം ഞങ്ങൾക്ക് പോലും ഉണ്ടാവുന്നുണ്ട്. അതെ അതെ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ സർ? കേൾക്കാം പറഞ്ഞോളൂ. ഒന്നാമത്തെ കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത് വയനാട്ടിലും കേരളത്തിലെ വനംവകുപ്പ് നടത്തിയ നരബലിയാണ്. നേരത്തെ സഹിത്ത് പറഞ്ഞ പോലെ തന്നെ ഒരാഴ്ച മുമ്പ് ഈ തണ്ണീർക്കൊമ്പൻ വിഷയത്തിൽ വനംവകുപ്പ് നടത്തിയ പത്രസമ്മേളനത്തിൽ കണ്ണൂർ CCF ദീപ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, റേഡിയോ കോളർ ധരിപ്പിച്ച ഒരു ആന കൂടി കർണാടകയുടെ ഭാഗത്തു നിന്ന് കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്, ഞങ്ങൾ അതിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നാ ദീപ പറഞ്ഞത്. എന്താണ് ഈ സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണം? അപ്പം അവർക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഉണ്ടായിട്ടും അത് ജനങ്ങളെ അറിയിക്കാതെ, അല്ലെങ്കിൽ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ കൃത്യവിലോപം, ക്രിമിനൽ ഡെറിലിക്ഷൻ ഓഫ് ഡ്യൂട്ടി, അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അത് കർണാടക വനംവകുപ്പും കേരള വനംവകുപ്പും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേട്ടൻബാബ അനിയബാബ കളിച്ച് അവരത് തന്നില്ല, ഇവർ പാസ്വേഡ് തന്നില്ല എന്ന് പറഞ്ഞ് ആളുകളെ വിഡ്ഢികളാക്കുന്നതിൽ അർത്ഥമില്ല. ഇവിടെ ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപം സംഭവിച്ചിരിക്കുന്നു, ഒരു ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്ത് നടപടിയാണ് സർക്കാർ എടുക്കുന്നത്? വനമന്ത്രി പറഞ്ഞ ഒരു പ്രസ്താവന മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെടുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അല്ല ഇനി എപ്പോഴാണ് ഇടപെടുന്നത്? അവരിനി രാഘുകാലം നോക്കണോ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഇടപെടാൻ? എന്ത് നടപടി എടുക്കുന്നത്? അവിടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവിടെ ഉത്തരവാദപ്പെട്ട ഒരാൾ പോലും മാനന്തവാടി ടൗണിലില്ല. അവിടെ RDO വന്നിട്ടില്ല, കളക്ടർ ഇല്ല, SP ഇല്ല, ഉത്തരവാദപ്പെട്ട ആരുമില്ല, DFO സ്ഥലത്തില്ല, അല്ലെങ്കിൽ സ്ഥലത്തുണ്ടെങ്കിൽ ഓഫീസിൽ നിന്ന് പുറത്തു വരുന്നില്ല. അവിടെ വളരെ വലിയൊരു ജനക്കൂട്ടം മാനന്തവാടി ടൗണിൽ അക്രമാസക്തരായിട്ട് നിൽക്കുകയാണ്. അവരെ ക്ലാസിഫൈ ചെയ്യാനോ ഈ വിഷയത്തിൽ കൃത്യമായിട്ട് നടപടികൾ എടുക്കാനോ അവിടെ ആരുമില്ല. ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറയുന്നു, വയനാട് ജില്ലാ കളക്ടർ രേണു രാജ് അടിയന്തരമായിട്ട് CRPC 133(1) ഉപയോഗിച്ചുകൊണ്ട് ആ ആനയെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിടണം. ആനയെ കൊന്നേ പറ്റൂ. ഈ പറയുന്ന റേഡിയോ കോളർ തട്ടിപ്പാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുകയാണ്. മനുഷ്യന്റെ ജീവന് വിലയില്ലാത്ത ഒരു നാട്, ഇതുപോലെ ഗതികെട്ട പൗരന്മാരുള്ള ഒരു നാട്, സിവിലൈസ്ഡ് ആയിട്ടുള്ള എല്ലാ സമൂഹത്തിനും അപമാനമാണ്. ലോകത്ത് എവിടെയെങ്കിലും സഹിതം ഇതുപോലെ മനുഷ്യജീവന് തെരുവ് പട്ടിയുടെ വില പോലും ഇല്ലാത്ത ഒരു അവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതും മുൻകൂർ പറഞ്ഞിട്ട് ഒരാഴ്ച മുമ്പ് CCF പറഞ്ഞാണ് വേറെ ആന വരുന്നുണ്ടെന്ന്. എന്നിട്ട് പോലും മനുഷ്യജീവൻ സംരക്ഷിക്കാൻ പറ്റാത്ത ഈ വനംവകുപ്പ് എന്തിനാണ്? ഞാൻ വീണ്ടും ചോദിക്കുകയാണ്. ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ ഡെറിലിക്ഷൻ ഓഫ് ഡ്യൂട്ടി വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായി. നടപടിയെടുക്കണം. വയനാട് നോർത്ത് DFO അടിയന്തരമായിട്ട് സസ്പെൻഡ് ചെയ്യണം. റേഞ്ച് ഓഫീസർ ആരൊക്കെയാണോ ഈ പറയുന്ന ആനയെ ട്രാക്ക് ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന മുഴുവൻ ആളുകളെയും സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തണം. അവരെ വേണ്ടി വന്നാൽ ജോലിയിൽ നിന്ന് പിരിച്ചു വിടണം. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ആനയെ വെടിവെച്ച് കൊല്ലാൻ അടിയന്തരമായിട്ട് ഉത്തരവിടുകയും ആ ഉത്തരവ് നടപ്പാക്കുകയും ചെയ്യണം. ഇത് ലോ ആൻഡ് ഓർഡറിന്റെ പ്രശ്നമാണ്. ഇത് വന്യജീവി സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട കാര്യമൊന്നുമില്ല. ഇത് ജില്ലാ കളക്ടറുടെ അധികാര പരിധിയിൽ വരുന്ന കാര്യമാണ്. 1987 ഇതേ മാനന്തവാടിയിൽ ഒരാളെ ആന കൊന്നപ്പോ അന്നത്തെ സബ് കളക്ടർ മാരപാണ്ഡ്യൻ ഉത്തരവിട്ടിരുന്നു. അത് CRPC 133(1) പ്രകാരമാണ് ഉത്തരവിട്ടത്. ആനയെ വെടിവെച്ച് കൊന്നിരുന്നു. ഞാൻ ഇതിനു മുമ്പ് കഴിഞ്ഞ ഈ തണ്ണീർപ്പന്തലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ സംരക്ഷണം സംരക്ഷിക്കേണ്ടതും സ്പീഷീസിനെയാണ്. ഏഷ്യൻ എലഫൻസ് എന്ന സ്പീഷീസിനെയാണ് നമ്മൾ സംരക്ഷിക്കുന്നത്. അത് കേരളത്തിൽ 6000 എണ്ണം ഉണ്ട്. ഇങ്ങനെ ആളെ കൊല്ലുന്ന 1, 2 അല്ലെങ്കിൽ 3, 4 ആനകളെ വെടിവെച്ച് കൊന്നെന്ന് വിചാരിച്ച് ഏഷ്യൻ എലഫൻസ് എന്ന് പറയുന്ന സ്പീഷീസിന് യാതൊരു പ്രശ്നവും സംഭവിക്കില്ല. എന്ന് മാത്രമല്ല, മൊത്തത്തിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ കൂടുതൽ വയലന്റ് ആവുകയും വന്യജീവി സംരക്ഷണത്തോടും വനത്തോടും തന്നെ ജനങ്ങൾ വളരെ വൈകാരികമായിട്ട് എതിർപ്പ് പ്രകടിപ്പിക്കുന്ന അവസ്ഥയുണ്ടാവും. മനുഷ്യൻ ആളുകൾ, അതായത് വനത്തിന്റെ അതിർത്തിയിൽ ജീവിക്കുന്ന ആളുകൾ പങ്കെടുക്കാതെ ഒരു വന്യജീവി സംരക്ഷണമോ വനസംരക്ഷണമോ സാധ്യമാകുമോ? ഇവിടെ വേനൽക്കാലാണ് വരുന്നത്. ചെറിയൊരു തീപ്പൊരി മതി വനം മൊത്തം കത്തിപ്പോവാൻ. ഈ രീതിയിൽ വന്യമൃഗങ്ങൾ ആക്രമിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ തന്നെ വനത്തിൽ തീരുന്ന ഒരു അവസ്ഥ ഉണ്ടാവൂലേ? ജനങ്ങൾ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന അവസ്ഥ ഉണ്ടാവൂലേ? അതിനാരും സമാധാനം പറയും? ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ലോ ആൻഡ് ഓർഡർ ഇഷ്യൂസിലേക്ക് പോകും. ശരി, ശ്രീ അലക്സ് മാത്യു, ഈ നമ്മുടെ പൊതുസമൂഹത്തിനൊരു പ്രശ്നമുണ്ട്. ഒരാഴ്ച മുമ്പ് ഈ തണ്ണീർ കൊമ്പന്റെ കഥ കേട്ടപ്പോൾ, അതായത് അതിന്റെ ദുരന്ത കഥ ഏറ്റവും ഒടുവിൽ അങ്ങനെയാണല്ലോ സംഭവിച്ചത്. അത് കേട്ടപ്പോൾ ഇതിനെ പിടിക്കേണ്ടതുണ്ടോ, വനംവകുപ്പിന്റെ ഇടപെടലടക്കം അന്ന് പൊതുസമൂഹം, നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ നടന്ന ചർച്ചകൾ അങ്ങനെയാണ്. അതിനെ ചോദ്യം ചെയ്യായിരുന്നു. അങ്ങേറ്റം ദൈന്യതയായി അതിന്റെ ചിത്രങ്ങളൊക്കെ പുറത്തു വിട്ടുകൊണ്ട് എന്തിന് വനംവകുപ്പ് ഇങ്ങനെ ചെയ്തു എന്ന ചോദ്യമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം, ഇത്തരം വിഷയങ്ങളിലേക്ക് വരുമ്പോൾ വനംവകുപ്പിന്റെ ഭാഗം ന്യായീകരിക്കുകയല്ല, പക്ഷേ അവരും ഒരു പ്രതിസന്ധിയിൽ പെടുന്നുണ്ടോ? കാരണം എങ്ങനെ ഈ വിഷയങ്ങളിലൊക്കെ ഇടപെടുമെന്നൊരു പ്രതിസന്ധി ഇതിൻ്റെ അകത്ത് ഉണ്ടാവുന്നുണ്ടോ? ഓക്കെ, ആദ്യം തന്നെ എന്റെ പേര് അലക്സ് ഒഴികയിൽ എന്നാണ്, അലക്സ് മാത്യു എന്നല്ല. ഒരു ചെറിയ തിരുത്ത് പറയാണ്. ഓക്കെ, ഇതിനകത്ത് ഈ പ്രതിസന്ധി ആരുണ്ടാക്കി എന്നുള്ള ചോദ്യം സഞ്ജിത്തെ, ഈ പ്രതിസന്ധി അവർ വിളിച്ചു വരുന്ന പ്രതിസന്ധി അല്ലേ? റേഡിയോ കോളർ ധരിപ്പിച്ച ഒരു ആന വരുന്നുണ്ട് എന്നും അതിന്റെ വിവരങ്ങൾ ഞങ്ങൾ സൂക്ഷ്മമായിട്ട് ട്രാക്ക് ചെയ്യുന്നുണ്ടെന്നും CCF, ഒരു DFI റേഞ്ചർ അല്ല പറഞ്ഞത്, CCF സ്ഥാനത്തിരിക്കുന്ന ആളാ, കണ്ണൂർ റേഞ്ച് CCF പറഞ്ഞത്.
ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥ ഈ പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ട് അത് അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഇത് ആരുടെ കുഴപ്പം? യെസ്, അതാണ് വനംവകുപ്പിന്റെ കുറ്റകരമായ ക്രിമിനൽ ഡെറിവേഷൻ ഓഫ് ഡ്യൂട്ടിയാണ്. അതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ വനംവകുപ്പിന് അങ്ങനെ വെള്ളം പൂശുന്നതിൽ അർത്ഥമില്ല. ഇത് അവരുടെ കുറ്റകരമായ കൃത്യപൂർവ്വം നടപടി എടുക്കണം. 2 വെടിവെച്ച് കൊല്ലണം, ഈ ആനയെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളത് വേറെ യാതൊരു വഴിയുമില്ല. ശക്തമായിട്ട് ആവശ്യപ്പെടുകയാണ്. രണ്ടാമത്തെ കാര്യം, ആനകളുടെ എണ്ണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ ഗൗരവമായിട്ടുള്ള ചർച്ചകൾ ഉണ്ടാവണം. ഞങ്ങൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, കിഫ എന്ന സംഘടന തുടക്കം മുതൽ പറയുന്ന ഒരു കാര്യമാണ് ക്യാരിയിങ് കപ്പാസിറ്റി, വാഹക ശേഷി എന്ന് പറയുന്ന കോൺസെപ്റ്റ്. നമ്മുടെ വനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ ആനകൾ പെരുകി എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം. ഇന്ത്യയിൽ മൊത്തം 30,000 ആനകളുണ്ട്. അതിൽ 15,000 എണ്ണം കേരളം, തമിഴ്നാട്, കർണാടക ഈ ഒരു ലാൻഡ്സ്കേപ്പിലാണ്. വയനാട് എന്ന് പറയുന്നത് കേരളം, തമിഴ്നാട്, കർണാടക ലാൻഡ്സ്കേപ്പിന്റെ കോൺഫ്ലുവൻസ് ഭൂമിയാണ്. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ ഏറ്റവും കൂടുതൽ രൂക്ഷമായിട്ടുള്ള പ്രശ്നം ഉണ്ടാകുന്നു. ഇപ്പൊ ഈ വർഷം ജനുവരി, ഫെബ്രുവരി 10-ാം തീയതി ആയതല്ലേ ഉള്ളൂ. കഴിഞ്ഞ 40 ദിവസത്തിനുള്ളിൽ 5 പേരാണ് ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. വയനാട്ടിൽ ഇത് 2ാമത്തെ ആള്, ബാക്കി 3 പേർ ഇടുക്കിയിൽ കൊല്ലപ്പെട്ടു. 5 പേര് 40 ദിവസത്തിനുള്ളിൽ കൊല്ലപ്പെടുക. ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ എത്ര ആളുകൾ കൊല്ലപ്പെടും? അപ്പൊ ഇത്രയും ആനകളെ ഉൾക്കൊള്ളാനുള്ള ശേഷി നമ്മുടെ വനങ്ങൾക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, നമ്മുടെ കൺസർവേഷനിസ്റ്റും മനസ്സിലാക്കണം. ആനകളുടെ എണ്ണം കുറയ്ക്കണം. വേറെ പല രീതിയിൽ ആനകളെ ഉപയോഗിക്കാമല്ലോ. ഇപ്പൊ തായ്ലൻഡ് പോലുള്ള രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ ടൂറിസം രംഗത്ത് വളരെ മികച്ച രീതിയിൽ അവർ ആനകളെ ഉപയോഗിക്കുന്നുണ്ട്. ആ രീതിയിലേക്ക് മാറ്റാം. ആനകൾ കുറവുള്ള മറ്റു വനങ്ങളിലേക്ക് മാറ്റാം. ഇങ്ങനെയുള്ള പല രീതികളുണ്ട്. അതുപോലെ തന്നെ സ്റ്റെറിലൈസേഷൻ, ഇതിന്റെ എണ്ണം കുറയ്ക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ എണ്ണം 30,000 എന്നുള്ളത് പോലും ഇന്ത്യയിലെ വനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാവുന്നതിനേക്കാൾ കൂടുതലാണ്. ഇത് ഓരോ വർഷവും 2% CAGR വെച്ച് ഇതിന്റെ എണ്ണം കൂടുകയാണ്. ഒരു 500-600 ആനകൾ ഇന്ത്യയിലെ വനങ്ങളിൽ ഓരോ വർഷം കൂടുന്നു. ഈ രീതിയിൽ ഇത് കൂടിക്കഴിഞ്ഞാൽ ഒരു 30 വർഷം കൊണ്ട് ഇത് 60,000 ആനയാവും. 30,000 ആനകൾ തന്നെ ഒരു വർഷത്തിൽ ഏകദേശം 500-600 ആളുകൾ ഇന്ത്യയിൽ കൊല്ലുന്നുണ്ട്. അപ്പൊ ഈ 30,000 ആനകൾ 500 വരെ കൊന്നാൽ ഈ 60,000 ആനകൾ എത്ര വരെ കൊല്ലും? അപ്പൊ ഈ രീതിയിൽ നമുക്ക് ആനകളെ താങ്ങാൻ പറ്റില്ല, നമ്മുടെ വനത്തിന് ഉൾക്കൊള്ളാൻ പറ്റില്ല. ആനയുടെ കാര്യം മാത്രമല്ല, കടുവയുടെ കാര്യത്തിൽ ഇതേ പ്രശ്നമാണ് വയനാട് അഭിമുഖീകരിക്കുന്നത്. ശരി, അലക്സ് താങ്കളൊന്ന് തുടരുക. ശ്രീ ഗുരുവായൂരപ്പൻ, 2 കാര്യങ്ങൾ.